ഇവിടെ ഞാൻ 3 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലെല്ലാം തന്നെ ഒന്ന് കളയുക. അതിനുശേഷം അതിനുള്ള ഒരു പൾപ്പ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ടോ കത്തി കൊണ്ടോ ഒന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ നന്നായി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായി തന്നെ ഒന്ന് അരച്ചെടുക്കുക. ചെറിയ കട്ടയൊന്നും കൂടാതെ തന്നെ നമ്മളൊന്ന് അരച്ചെടുക്കുക കേട്ടോ. വെള്ളം ഒരല്പം പോലും ചേർക്കണ്ട. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പുട്ടുപൊടി നമ്മൾക്ക് എത്രയാണോ പുട്ടുണ്ടാക്കാൻ ആവശ്യമുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ 3 കുറ്റി പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 3 മാങ്ങയുടെ എടുത്തത് കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലോണം തന്നെ വെള്ളമൊന്നും ചേർക്കാതെ പുട്ട് നനയ്ക്കുന്ന പോലെ നനച്ചെടുക്കാം. വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പുട്ടുകുറ്റിയിൽ നമ്മൾ സാധാരണ പുട്ട് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് പുട്ടുകുറ്റിയിൽ തേങ്ങയൊക്കെ ചേർത്തിട്ട് നമ്മളിതുപോലെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പുട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും തന്നെ വേണമെന്നില്ല. പഞ്ചസാരയോ പഴമോ ഒന്നും തന്നെ വേണമെന്നില്ല കേട്ടോ. ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മാമ്പഴ പുട്ടാണ്. അപ്പോൾ നിങ്ങൾ മാമ്പഴമൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.